ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ആദിൽ. നമ്മൾ ഈ ചാനലിൽ പുതിയൊരു സീരീസ് ആരംഭിക്കാൻ പോവുകയാണ്, ടെക് ന്യൂസ്. അതെ, ടെക് ന്യൂസ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ആദ്യത്തെ ന്യൂസിലോട്ട് കിടക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് 2025 ആദ്യ പകുതിയിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചിരിക്കുന്ന ബ്രാൻഡായി നമ്മുടെ ഗൂഗിൾ പിക്സൽ. അതെ, ഗൂഗിൾ പിക്സൽ മാറിയിരിക്കുകയാണ്. 105%, ഗൂഗിൾ കൈവരിച്ചിരിക്കുന്ന വളർച്ച. ഇത് മിക്കവാറും അവരുടെ ഈ കപ്പാസിറ്റി കാരണം ഉണ്ടായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പിക്സലിൻ്റെ ക്യാമറയുടെ പെർഫോമൻസ് കാരണമോ അല്ലെങ്കിൽ ചിപ്സെറ്റിൻ്റെ പെർഫോമൻസ് കാരണമൊന്നുമല്ല. അതിനൊക്കെ വേറെ ടീംസ് ഉണ്ട് ഇവിടെ ഫീൽഡിൽ. അപ്പോൾ ഒരു AI വളർച്ചയായിട്ട് മാത്രമേ നിങ്ങൾ കണക്കാക്കിയാൽ മതി. AIൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഗൂഗിൾ ജെമിനി ഇപ്പോൾ ഓഡിയോ ഫയൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ യൂസേഴ്സിന് 10 മിനിറ്റിൽ കൂടുതൽ ഉള്ള ഓഡിയോ ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് മോട്ടോപാഡ് 16 നിയോ ഇതിൽ അൺവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെക്ക് ഞാനിവിടെ വായിക്കാം. കാണാതെ പറയാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. 11 ഇഞ്ച് 2.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 90 ഹെർട്സ് ഡിസ്പ്ലേ, ചിപ്സെറ്റ് ഡയമൻസിറ്റി 6300 5G ചിപ്സെറ്റാണത്. 8GB റാം, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. 3.5mm ഹെഡ്ഫോൺ ജാക്കിൻ്റെ സപ്പോർട്ടുണ്ട്. 7040mAh ബാറ്ററി ഉണ്ട്. 20 വാട്ട് വയർഡ് ചാർജിൻ്റെ സപ്പോർട്ടുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന 4 സ്പീക്കറുണ്ട്. സ്റ്റൈലസ് നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ട കാര്യമില്ല, അത് ബോക്സിൽ കിട്ടും. പക്ഷേ 2 സാധനം മിസ്സിംഗ് ആണ്. ഒന്ന് ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, 2 ഫിംഗർ പ്രിൻറ്റ് സെൻസർ. പക്ഷേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുക്കാം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി വരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 17,999 അതാണ് ആക്ച്വൽ പ്രൈസ്. പക്ഷേ ബാങ്ക് ഓഫർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് 12,999 നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മോട്ടോയുടെ വെബ്സൈറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് സാധനം അങ്ങ് പൊക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ലൊരു ഡീൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജസ്റ്റ് മൾട്ടിമീഡിയ കൺസംഷൻ, അതിന് മാത്രം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് 10,000 രൂപയ്ക്കായ റിയൽമി P3 Lite എന്നൊരു ഫോൺ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സ്പെക്ക് ഞാനിവിടെ വായിക്കാം. ഡയമൻസിറ്റി 6300 5G ചിപ്സെറ്റാണ്. റിയൽമി Y6 6GB റാം, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 6.67 ഇഞ്ച് വലുപ്പമുള്ള 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ, 32MB സെൽഫി ക്യാമറ, 1000mAh ബാറ്ററി, 45 വാട്ട് വയർഡ് ചാർജിങ്, 5 വാട്ട് റിവേഴ്സ് ചാർജിങ്. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് OnePlus 15 അടുത്ത മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 എന്ന ചിപ്സെറ്റ്, അത് 8 Eliteൻ്റെ സക്സസർ, നെക്സ്റ്റ് ജനറേഷൻ. പക്ഷെ ഇതിലൊരു ഡൗൺ ഗ്രേഡ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 2K ഡിസ്പ്ലേ ആയിരുന്നു OnePlus 13 ഉണ്ടായിരുന്നത്. അതിപ്പോൾ 1.5K റെസൊല്യൂഷനായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടുതലായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഇപ്രാവശ്യം 165 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ആയി മാറിയിരിക്കുകയാണ്. നല്ലൊരു കാര്യം തന്നെ. പക്ഷേ നോവോ ഹാസൽബ്ലാഡ് കൊളാബറേഷൻ, അതിന് പകരം അവർ സ്വന്തമായിട്ട് അവർ വികസിപ്പിച്ച ഡീറ്റെയിൽ മാക്സ് എന്നൊരു എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. 6000 mAh ആയിരുന്നു OnePlus 13 എങ്കിൽ ഇപ്രാവശ്യം 5000 mAh ബാറ്ററിയാണ് വരാൻ പോകുന്നത്. അപ് ടു 16GB റാം ആൻഡ് 1TB സ്റ്റോറേജ് വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ Xiaomi 16 ആണ്. ഇത് കേൾക്കുന്നതിന് മുന്നേ ഓടിപ്പരുന്നുള്ള ഉപ്പമായിട്ട് കേൾക്കുക. അതാണ് എങ്ങനെയാണ് കേസ് പറഞ്ഞിരിക്കുന്നത്. അതായത് Xiaomi 16 Pro 16 Pro Max ഒരു ഐഫോൺ വൈബ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. ഇത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിൽ 16 Pro Maxൽ ക്യാമറ മൊഡ്യൂൾ, അത് ബാക്ക് ക്യാമറയുടെ അവിടെ ഇങ്ങനെ ആ ഡിസ്പ്ലേ അവർ മുമ്പ് കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇടക്കാലത്ത് എവിടെയോ പോയി, പിന്നെ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. അത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ പറയുകയാണ്. ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 6.3 ഇഞ്ച് LTPO 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. 50MB ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. 32MB സെൽഫി ക്യാമറ, 8 Elite Gen 5 5000mAh ബാറ്ററി, 100 വാട്ട് വയർഡ് ചാർജിങ്, 50 വാട്ട് വയർലെസ് ചാർജിങ്. ഓക്കെ. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഓപ്പോയുടെ F31 സീരീസ് ഇതിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. F31, F31 Pro, F31 Pro Plus. F31ൽ ഡയമൻസിറ്റി 6300, F31 Proയിൽ ഡയമൻസിറ്റി 7300, F31 Pro Plusൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആയിരിക്കും ഉണ്ടാകുക. മൂന്നിലും 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 5000mAh ബാറ്ററി ഉണ്ടായിരിക്കുന്നതാണ്.
ഒപ്പോയുടെ ഏറ്റവും ഡ്യൂറബിളായ A6 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. IP66, IP68, P69 എന്നീ റേറ്റിംഗുമായിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോയിരുന്നത്. ചിപ്സെറ്റ് എന്ന് പറയുന്നത് Dimensity 7300, 1000 mAh ബാറ്ററി, 50 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 50 MB മെയിൻ ക്യാമറ, 2 MB ഡെപ്ത് ക്യാമറ, 16 MB സെൽഫി ക്യാമറ, 6.57 ഇഞ്ച് വലുപ്പമുള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു LED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 8GB to 56GB 22,250, 12GB 256, 24,200, 16GB 256, 27,200 എന്നിവയായിരിക്കും ഇതിൻ്റെ വില വരുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഓപ്പോയുടെ ഫൈൻഡ് X9 Pro ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. രണ്ടിലും MediaTekൻ്റെ Dimensity 9500 എന്ന ചിപ്സെറ്റ് ആയിരിക്കും. അതിൽ X9ൽ 7025 mAh ബാറ്ററി, 50 MB വൈഡ് ആംഗിൾ ക്യാമറ, 50 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 50 MB പെരിസ്കോപ്പ് ക്യാമറ എന്നിവയാണ് ഉണ്ടായിരിക്കുക. അതിൽ തന്നെ 6.5 ഇഞ്ച് LTO 120 Hz 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു OLED ഡിസ്പ്ലേയും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി X9 Proയിൽ ആണെങ്കിൽ 200 MB പെരിസ്കോപ്പ് ക്യാമറ, വിച്ച് ഈസ് സോണീസ് ഫസ്റ്റ് 200 MB ക്യാമറ. പിന്നെ 6.78 ഇഞ്ച് വരുന്ന LTPO 120 Hz 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു OLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇതിൽ നാറ്റീവായിട്ട് ആപ്പിൾ ഗാഡ്ജറ്റിൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഇനി എയർപോർട്ട് എങ്ങനെ തുറന്നാൽ ആപ്പിളിൽ എങ്ങനെ കണക്റ്റാവുന്നു അതുപോലെ ഓപ്പൻ്റെ കളർ വോയിസും സപ്പോർട്ട് ആവുന്നതാണ്. 80 വാട്ട് വയർ ചാർജിങ്, അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, പിന്നെ നമ്മുടെ ആപ്പിൾ ഐഫോണിലൊക്കെ കാണുന്ന ആക്ഷൻ ബട്ടൻ്റെ ഒരു റെപ്ലിക്കയായിട്ട് ഒരു പ്ലസ് കീയും ഇതിലുണ്ടായിരിക്കുന്നതാണ്. ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യുന്നതാണ്. X9 Proക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഹാസൽബ്ലാഡിൻ്റെ കൊളാബറേഷനിൽ വരുന്ന ഒരു ക്യാമറ കിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഒരു തമ്പറസ്റ്റും ഒരു ക്യാമറ ടെലഫോട്ടോ ആക്കുന്ന ഒരു ലെൻസും ഉണ്ടായിരിക്കുന്നതാണ്. വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായ X300, X300 Pro, X300 Ultra അടുത്ത ഒക്ടോബർ 13 ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. X300 X200 മിനിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ഫോണാണ്. കാരണം രണ്ടിനും ഒരേ സെയിം സൈസ് ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. ഞാൻ X300ൻ്റെ സ്പെക്സ് ഇവിടെ വായിക്കാൻ പോവുകയാണ്. 200 MB മെയിൻ സാംസങ് ക്യാമറ, 80 MB അൾട്രാ വൈഡ് ക്യാമറ, 80 MB ടെലഫോട്ടോ ക്യാമറ, അതിൽ 3x ഒപ്റ്റിക്കൽ സൂമിൻ്റെ സപ്പോർട്ട് ഉണ്ട്. 6.31 ഇഞ്ച് LTPO OLED ഡിസ്പ്ലേ, 50 MB സെൽഫി ക്യാമറ. ഇനി X300 Proയിൽ 50 MB മെയിൻ ക്യാമറ, 50 MB അൾട്രാ വൈഡ് ക്യാമറ, 200 MB സാംസങ് കസ്റ്റമൈസ്ഡ് പെരിസ്കോപ്പ് ക്യാമറ, 50 MB സെൽഫി ക്യാമറ, 6.78 ഇഞ്ച് വരുന്ന ഒരു OLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഇനി X300 അൾട്രയിലാണെങ്കിൽ 200 MB മെയിൻ ക്യാമറ, 200 MB പെരിസ്കോപ്പ് ക്യാമറ, 50 MB അൾട്രാ വൈഡ് ക്യാമറ, 50 MB സെൽഫി ക്യാമറ, അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ്, USB 3.2 Type-C പോർട്ട് ആൻഡ് Dimensity 9500. ഈ ആഴ്ച 2 മരണ വാർത്തയുണ്ട്. S26 സീരീസിൽ ഇനി S26 Plus എന്നൊരു വേരിയൻ്റ് ഉണ്ടായിരിക്കുന്നതല്ല. S26 Pro, S26 Edge, S26 Ultra. അതേ S26 കൊല്ലപ്പെട്ടിരിക്കുകയാണ്, സാംസങ് കൊന്നിരിക്കുകയാണ്. അടുത്തൊരു ദുഃഖവാർത്ത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നൊസ്റ്റാൾജിയായ നോവ ലോഞ്ചർ അന്തരിച്ചിരിക്കുകയാണ്. അവൻ്റെ ഒരു അന്തരാഞ്ജലി നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ന്യൂസിലോട്ട് കിടക്കാൻ കഴിയും. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെ TWS സീരീസിലെ അടുത്ത സക്സസർ നത്തിങ് ഇയർ 3 സെപ്റ്റംബർ 18 ലോഞ്ച് ആവുകയാണ്. ഇപ്രാവശ്യത്തെ മാറ്റം എന്ന് പറയുന്നത് മെറ്റാലിക് കേസിലാണ് ഇത് വരുന്നത്. അതിൽ തന്നെ ഒരു ടാഗ് ബട്ടൺ, ഒരു മൈക്ക് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെ തന്നെ നത്തിങ് OS 4.0 ബേസ്ഡ് ഓൺ Android 16 വരികയാണ് മക്കളെ. അതിൻ്റെ ലുക്കൊക്കെ കണ്ടിട്ട് എനിക്ക് ഗൂഗിൾ മെറ്റീരിയൽ 3 എക്സ്പ്രസീവ് ഡിസൈനിലാണ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് Qualcomm Snapdragon 8s Gen 4ൻ്റെ ഒരു ഓവർക്ലോക്ക്ഡ് വേർഷൻ 8s Gen 4 Pro ഓർ 8s Gen 4 Plus വരികയാണ്. മിക്കവാറും അതിൻ്റെ പേര് 8s Plus Gen 4 എന്നായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് അഡോബ് പ്രീമിയർ ഉപയോഗിക്കുന്നവർക്കൊരു സന്തോഷ വാർത്ത. അഡോബ് പ്രീമിയറിൻ്റെ ഐഫോൺ ആൻഡ് ഐപാഡ് വേർഷൻ സെപ്റ്റംബർ 30 ലോഞ്ച് ആവുകയാണ്. പോക്കോ M7ൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വരാൻ പോവുകയാണ്. അതേ 4GB റാമുള്ള ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോൺ ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. സ്പോട്ടിഫൈ പ്രീമിയം യൂസേഴ്സിൻ്റെ സന്തോഷ വാർത്ത. ഇനി മുതൽ സ്പോട്ടിഫൈ പ്രീമിയം യൂസേഴ്സിന് എക്സ്ട്രാ പൈസ കൊടുക്കാതെ തന്നെ ലോസ്ലെസ് മ്യൂസിക് എൻജോയ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. വൈകാതെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഹുവായുടെ വാച്ച് GT6 ആൻഡ് GT6 Pro സെപ്റ്റംബർ 19 ലോഞ്ച് ആവുകയാണ്. GT6 Proയിൽ 21 ദിവസത്തെ ബാറ്ററി ലൈഫാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്, വിത്തൗട്ട് ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഉപയോഗിക്കാതെ. അടുത്ത അവസാന ന്യൂസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഇനി ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചർ വരികയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മുതൽ MKBHD വീഡിയോ വരെ മലയാളത്തിൽ MKBHD ടോണിൽ തന്നെ കേൾക്കാവുന്നതാണ്. സിമ്പിളായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ ഇത്രയും കാലം നിങ്ങൾ ടിനി ടോമിൻ്റെ മിമിക്രി ആയിരുന്നു കണ്ടിരുന്നത്, ഇനി കാണാൻ പോകുന്നത് മഹേഷിൻ്റെ മിമിക്രിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ ന്യൂസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ.